ഇടുക്കിയിലേക്കാണ് ദിവ്യ. ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം മുംബൈ സ്വദേശിനിയായ യുവതി ടാക്സി ഡ്രൈവർ മൂന്നാറിൽ ടാക്സി ഡ്രൈവർമാർ മോശമായി പെരുമാറി എന്ന് കാട്ടി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുകയും അതേ തുടർന്ന് പോലീസ് നടപടി സ്വീകരിക്കുക ചെയ്തിരുന്നത് അവിടെ തീർന്നിട്ടില്ല. കേരളത്തിലേക്കില്ല എന്നായിരുന്നു അവർ പ്രതികരിച്ചത്. ടാക്സി ഡ്രൈവർമാരുടെ വിളയാട്ടം അവിടെ തുടരുകയാണ്. എന്തായാലും അതിൽ നടപടിയെടുക്കുകയൊക്കെ ചെയ്തിരുന്നു, ചിലരെയൊക്കെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ മൂന്നാറിൽ മാത്രമല്ല, മാങ്കുളത്തും വിനോദസഞ്ചാര മേഖലയിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. ടാക്സി ഡ്രൈവർ റിസോർട്ട് ജീവനക്കാരനെ മർദ്ദിച്ചതായാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. മാങ്കുളം എക്സലൻസി റിസോർട്ട് ജീവനക്കാരൻ ജോസ് കുര്യനാണ് മർദ്ദനമേറ്റത്. വിനോദസഞ്ചാരികൾക്ക് ടാക്സി സൗകര്യം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. മർദ്ദനത്തിൽ മാങ്കുളം സ്വദേശി ശരവണനെതിരെ പോലീസ് കേസെടുത്തു. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, ഈ സംഘർഷത്തിന്റെ കാരണം എന്താണ്? ടാക്സി ഡ്രൈവറുടെ ഭാഗത്ത് തന്നെയാണോ തെറ്റ് കാണപ്പെടുന്നത്? സൈഫുദ്ദീൻ, ജിൽസി, ഇത് ടാക്സി ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ്. ഇത് സ്വാഭാവികമായ അത്തരം സംഭവങ്ങൾ ഈ വിനോദസഞ്ചാരം പ്രബലമായിട്ടുള്ള മേഖലകളിൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് മാങ്കുളം പോലുള്ള പ്രദേശങ്ങളിൽ ഇത്തരം തർക്കങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ഇപ്പോൾ മൂന്നാറിലുണ്ടായ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിപ്പോൾ പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്നത്. മാങ്കുളത്ത് റിസോർട്ട് ജീവനക്കാരന് നേരെ മർദ്ദനം ഉണ്ടാവുകയായിരുന്നു. ടാക്സി ഡ്രൈവർ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഇയാൾ പരാതി നൽകിയിട്ടുള്ളത്. ലക്ഷ്മി എസ്റ്റേറ്റിലുള്ള എക്സലൻസി റിസോർട്ടിലെ ജീവനക്കാരനായ ജോസ് കുര്യനാണ് മർദ്ദനമേറ്റ. ഈ ലക്ഷ്മി എസ്റ്റേറ്റിലെ എക്സലൻസി റിസോർട്ടിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പശ്ചിമ ബംഗാൾ സ്വദേശികളായ ഏതാനും വിനോദസഞ്ചാരികൾ താമസിച്ചു വരുന്നുണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് കുമളിയിലേക്ക് പോകുന്നതിന് വേണ്ടി ടാക്സി ബുക്ക് ചെയ്യാൻ ജോസ് കുര്യനെ ഏൽപ്പിക്കുകയും അദ്ദേഹം ഡ്രൈവർമാരെ സമീപിക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും കുറവ് തുക പറഞ്ഞ ടാക്സി ഡ്രൈവറിനൊപ്പം ഈ വിനോദസഞ്ചാരികളെ കയറ്റി അയക്കുകയായിരുന്നു. ഇത് സംഘർഷത്തിന് കാരണമായി. ടാക്സി ഡ്രൈവർമാർ തമ്മിലും ഈ പറയുന്ന ജോസ് കുര്യനും തമ്മിൽ സംഘർഷമുണ്ടായി. വാക്കുതർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്കും ആക്രമണത്തിലേക്കും നയിക്കുകയായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് ജോസ് കുര്യൻ പോലീസിൽ പരാതി നൽകി. വെള്ളത്തൂൽ പോലീസ് സ്റ്റേഷനിൽ അയാൾ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്മി എസ്റ്റേറ്റിലെ താമസക്കാരനായിട്ടുള്ള ശരവൺ എന്ന മാങ്കുളം സ്വദേശിക്ക് എതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒരു സംഘർഷം ആണ് അവിടെ ഉണ്ടായത്. പരസ്പര സംഘർഷം ഉണ്ടാവുകയുണ്ടായി. പക്ഷെ ഇതിന് കാരണം ഈ വിനോദസഞ്ചാരികളെ ടാക്സി ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. ഇത് ഇത്തരം സംഘർഷങ്ങൾ ഇടുക്കി വിനോദസഞ്ചാര മേഖലയിൽ നിരന്തരം ഉണ്ടാകുന്നുണ്ട്. ടാക്സി ഡ്രൈവർമാർ വളരെ നിയന്ത്രണം ലംഘിച്ച് പെരുമാറുന്ന സാഹചര്യം നിരന്തരമായി റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേസമയം കഴിഞ്ഞ ദിവസം മൂന്നാറിലുണ്ടായ സംഭവത്തിൽ മൂന്നാറിൽ ആ കേസിൽ പ്രതികളായിട്ടുള്ള ടാക്സി ഡ്രൈവർമാരുടെ പെർമിറ്റ് റദ്ദാക്കുകയും അവരുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ജിൽസി, സൈഫുദ്ദീൻ.